ഹായ് ഓൾ, ഇന്നും ഞാൻ ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് മോളുടെ 13th ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. 13 ഒഫീഷ്യൽ ടീനേജർ എന്ന് എഴുതിയ ഒരു കേക്കൊക്കെ റെഡിയാക്കിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക ഡിസൈനായിരുന്നു ആ കേക്കിൽ ചെയ്യിപ്പിച്ചിരുന്നത് കേട്ടോ. അപ്പം വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ dear Tia, happy birthday to you. God bless you. God bless you. God bless you, dear Tia. Happy birthday to you. അപ്പോൾ വൈകുന്നേരം സമയത്താണ് കേട്ടോ, അതായത് ഡിന്നറിനോട് ചേർന്നിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിക്കലും ഒക്കെ നടത്തിയത് കേട്ടോ. അപ്പോൾ വൈകിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുമ്പം നമ്മൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേക്ക് മുറിക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നെങ്കിൽ സന്ധ്യാപ്രാർത്ഥന വരും, എന്നിട്ട് പിന്നെ കേക്ക് മുറിക്കലും ഭക്ഷണമൊക്കെ കൂടെ. ഈ കണ്ടതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോഗ്രാഫർ. അവനായിരുന്നു എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നത്. അങ്ങനെ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഡിന്നർ. കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അടുക്കളയിലേക്കൊക്കെ കയറി സഹായിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ ബീഫ് കറിയും മീൻ കറിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കായിരുന്നു. നമ്മൾ പൊറോട്ട വാങ്ങിച്ചു, പിന്നെന്താണ് മന്തി, അൽഫാം, പിന്നെ ഡ്രാഗൺ ചിക്കൻ, പിന്നെ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു, അതുണ്ടാക്കി. ഇത് പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കാനോട്ടെ ഓടി. അവർ ഇതിന് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് കിട്ടണം, അത് പൊട്ടിക്കണം, അതാണല്ലോ ചെറിയ. ഇപ്പം മോൾക്ക് വലിയ താല്പര്യം, അവൾ ഇത്ര വലുതായതുകൊണ്ട് ഒത്തിരി വലിയ ഗിഫ്റ്റിനോട് വലിയ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ചെറിയ പിള്ളേർക്കാവുമ്പം അവനോട് ഭയങ്കര ക്രഷാണല്ലോ. അപ്പോൾ അവർ നോക്കിയിരിക്കുകയാണ് ചേച്ചിക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടുന്നു, ചേച്ചിക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടുന്നു. അത് നേരെ ഓടിച്ചെന്ന് പൊട്ടിക്കാനായിട്ട് അവരായിരുന്നു മുഴുവനും പൊട്ടിച്ചത്. അൽഫാമിനെ ഞങ്ങൾ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലല്ലേ എല്ലാവർക്കും എടുക്കാൻ പറ്റുള്ളൂ. മിക്കവാറും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതെൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് നിന്ന് കണ്ടുപിടിച്ചാണ് കേട്ടോ. ആദ്യമേയൊക്കെ ഞങ്ങൾ മുഴുവനോടെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് സഹായിച്ച് എല്ലാം ചെയ്യും കേട്ടോ. ഇപ്പം ഭക്ഷണം എടുക്കലാണെന്നുണ്ടെങ്കിലും വിളമ്പലാണെങ്കിലും പാത്രം കഴുകാണെന്നുണ്ടെങ്കിലും എല്ലാം എല്ലാവരും കൂടി ചെയ്യുന്നതായിട്ടോ. പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ ചില കൂട്ടുകാരൊക്കെ ആണെങ്കിലും പറയണ കേൾക്കാം, വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണെന്ന്. പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പാത്രങ്ങളും കഴുകി കഴിഞ്ഞു. എല്ലാവരും കൂടി എല്ലാം ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് എല്ലാ വീടുകളിലും ഒന്ന് അനുകരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാകാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചത്, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വർത്തമാനവും പറയാം, ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് സഹായിച്ച് പണിയൊക്കെ തീർക്കുന്നു. അപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ. വീട്ടുകാർക്ക് ആ ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. പിന്നെ വന്നവർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഹാപ്പി. നീ എന്നതാ